നോക്കാം. First question, suggest the most appropriate term used to describe the process of entrusting part of the work by superior to subordinate. ഒരു superior ചെയ്യേണ്ട വർക്കിന്റെ കുറച്ച് ഭാഗം സബോർഡിനേറ്റിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന ആ പ്രോസസ്സിന്റെ അഥവാ ആ പ്രക്രിയയുടെ പേരെന്താണ് എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അത് നമ്മൾ പഠിച്ചതാണ്. ഡെലിഗേഷൻ എന്ന് പറഞ്ഞാൽ സുപ്പീരിയറിന്റെ വർക്ക് കുറച്ച് സബോർഡിനേറ്റ്സിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നു. അതുകൊണ്ട് സബോർഡിനേറ്റ്സിന് കുറച്ച് വർക്ക് കിട്ടുകയും ചെയ്യുന്നു. സുപ്പീരിയേഴ്സിന് ആ വഴി അവർക്ക് കുറച്ചുകൂടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കമ്പനിയിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റും. ലൈക്ക് പ്രയോറിറ്റി ഉള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ പറ്റുകയും ചെയ്യും. അതാണ് ഡെലിഗേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഡെലിഗേഷൻ ആണ്. ഡെലിഗേഷൻ എന്ന് പറഞ്ഞാൽ പ്രോസസ് ഓഫ് എൻട്രസ്റ്റിംഗ് പാർട്ട് ഓഫ് ദ വർക്ക് ബൈ ദ സുപ്പീരിയർ ടു സബോർഡിനേറ്റ്. അപ്പം സുപ്പീരിയർ കുറച്ച് വർക്കിന്റെ കുറച്ച് പോർഷൻ സബോർഡിനേറ്റിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നതിന്റെ ആ പ്രോസസ്സിന്റെ പേരാണ് ഡെലിഗേഷൻ. അത് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഡെലിഗേഷൻ എന്ന് പറഞ്ഞാൽ ഡെലിഗേഷൻ ചെയ്യുന്നത് വഴി സുപ്പീരിയേഴ്സിന് കൂടുതൽ സമയം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടാൻ, ഡെയിലി റൊട്ടീൻ ആയിട്ടുള്ള ജോലികളെല്ലാം സബോർഡിനേറ്റ്സിനെ ഏൽപ്പിച്ചിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ സുപ്പീരിയേഴ്സിന് ഇടപെടാൻ സാധിക്കുന്നു. അതാണ് ഡെലിഗേഷൻ എന്ന് പറഞ്ഞാൽ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എ ഗുഡ് ഓർഗനൈസേഷൻ കൺസിസ്റ്റ് ഓഫ് മെനി ഡിപ്പാർട്ട്മെന്റ്സ് reflecting the most efficient division of activities. The more a person concentrates on a specific job in a department, the better will be his performance. Suggest the most useful terminology to describe the step in the organizing. Second question ൽ പറഞ്ഞിരിക്കുന്നത്, ഒരു നല്ല ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ലൈക്ക് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിലെ ജോലികൾ എഫിഷ്യന്റ് ആയിട്ട് ഡിവിഷൻ ഓഫ് ആക്ടിവിറ്റീസ് നടക്കും. എന്താ വെച്ചാൽ ഒരു നല്ല ഓർഗനൈസേഷനിൽ എഫിഷ്യന്റ് ആയിട്ട് അഥവാ നന്നായിട്ട് ഓരോ ആക്ടിവിറ്റീസ് ആരൊക്കെയാ ചെയ്യേണ്ടത് എന്നുള്ള ആ ഡിവിഷൻ ഓഫ് ആക്ടിവിറ്റീസ്, ഓരോരുത്തരും എന്താ ജോലി ചെയ്യേണ്ടത്, അങ്ങനെയുള്ള ഡിവിഷൻ ഓഫ് ആക്ടിവിറ്റീസ് എല്ലാം കൃത്യമായിട്ട് നടക്കും എന്നാണ് ആദ്യത്തെ സെന്റൻസിൽ പറയുക. രണ്ടാമത്തെ സെന്റൻസിൽ പറയുക, ദ മോർ എ പേഴ്സൺ കോൺസെൻട്രേറ്റ് ഓൺ എ സ്പെസിഫിക് job in a department, the better will be his performance. എന്ന് വെച്ചാൽ ഒരാള് ഒരു ജോലിയിലെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ജോലിയിലെ കുറെ നേരം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് വഴി ആ ജോലിയിൽ അയാളുടെ പെർഫോമൻസ് വർദ്ധിക്കാൻ സാധിക്കും. എന്ന് വെച്ചാൽ അതൊരു സ്പെഷ്യലൈസേഷൻ ഉണ്ടാകും. ഒരേ ജോലി തന്നെ കൂടുതൽ നാൾ ചെയ്യുന്നത് വഴി ഒരു സ്പെഷ്യലൈസേഷൻ ഉണ്ടാകും എന്നാണ് സെക്കൻഡിൽ പറയുക. Suggest the most useful terminology to describe the step in the organizing, step in the organizing. അപ്പൊ ഓർഗനൈസിംഗിലെ ഒരു സ്റ്റെപ്പിനെ കുറിച്ചാണ് ഈ പറഞ്ഞത്. അപ്പൊ ഏത് സ്റ്റെപ്പിലാണ് ഈ കാര്യങ്ങൾ പറയുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഓർഗനൈസിംഗിലെ സ്റ്റെപ്സ് അറിയാമെങ്കിലേ ഈ ക്വസ്റ്റ്യന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓർഗനൈസിംഗിലെ സ്റ്റെപ്സിൽ പറയുന്നതാണ് ഇത് എന്നാണ് പറയുന്നത്. അപ്പൊ ഓർഗനൈസിംഗിലെ സ്റ്റെപ്സിൽ നമുക്കറിയാം ഡിവിഷൻ ഓഫ് വർക്ക് ആണ് ഇത് പറയുന്നത്. എന്ന് വെച്ചാൽ ആൾക്കാർ ഡിപ്പാർട്ട്മെന്റ്സിലുള്ള ഒരു കമ്പനിയിലുള്ള ആൾക്കാരിൽ കൃത്യമായിട്ട് ഓരോ വർക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതാണ് ഡിവിഷൻ ഓഫ് വർക്കിൽ പറയുക. അതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. എ ഗുഡ് ഓർഗനൈസേഷൻ കൺസിസ്റ്റ് ഓഫ് മെനി ഡിപ്പാർട്ട്മെന്റ്സ് റിഫ്ലക്ടിംഗ് ദി മോസ്റ്റ് എഫിഷ്യന്റ് ഡിവിഷൻ ഓഫ് ആക്ടിവിറ്റീസ്. അപ്പോൾ ഒരു നല്ല ഡിപ്പാർട്ട്മെന്റിൽ കൃത്യമായിട്ട് ഡിവിഷൻ ഓഫ് ആക്ടിവിറ്റീസ് നടന്നിട്ടുണ്ടാവും. ഏതൊക്കെ ചെയ്യണം, എന്താണ് ഓരോരുത്തരുടെയും ജോലി, അങ്ങനെ കൃത്യമായിട്ട് അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത് വഴി എന്താണ് സംഭവിക്കുന്നത്, അവർ ആ പർട്ടിക്കുലർ ജോബിൽ എക്സ്പേർട്സ് ആവുകയും അവരുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ പറയുക ഡിവിഷൻ ഓഫ് വർക്ക് എന്ന ഓർഗനൈസിംഗിലെ സ്റ്റെപ്പിനെ കുറിച്ചാണ് സെക്കൻഡ് പോയിന്റിൽ പറയുക. ഡിവിഷൻ ഓഫ് വർക്ക്, ജോലികൾ വീതിച്ചു കൊടുക്കുക, ഓരോരുത്തരിലേക്കും ഓരോ ജോലികൾ കൃത്യമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നത് വഴി ആ ജോലിയിൽ അവർ നന്നായിട്ട് പെർഫോം ചെയ്യുകയും അതുവഴി കമ്പനീനെ അത് ഇംപ്രൂവ് ചെയ്യാനും സാധിക്കുന്നു. അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഹലോ, ഓക്കെ. അപ്പം തേർഡ് ക്വസ്റ്റ്യനിൽ നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ പറയുന്നത്, ടു സാറ്റിസ്ഫൈ സോഷ്യൽ കൾച്ചറൽ നീഡ്സ് ആൻഡ് ടു ഫുൾഫിൽ കോമൺ ഇൻട്രസ്റ്റ് പീപ്പിൾ ഓർഗനൈസ് ദംസെൽഫ്. വാട്ട് ഇസ് ദ ടെക്നിക്കൽ ടേം ഫോർ ദിസ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ? അപ്പം രണ്ട് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ആണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഒന്ന് ഫോർമൽ ഓർഗനൈസേഷനും രണ്ട് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും ഇതിന്റെ ആൻസർ എന്ന് നമുക്കറിയാം. അപ്പം ഫോർമൽ ഓർഗനൈസേഷൻ നമുക്കറിയാം കൃത്യമായിട്ടൊരു
ഹൈറാർക്കി അഥവാ കൃത്യമായിട്ട് ആരാരോട് റിപ്പോർട്ട് ചെയ്യണം, ആരാരോട് അക്കൗണ്ടബിൾ ആണ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് കാണുകയും അത് ഒരു ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ക്രിയേറ്റ് ചെയ്തതാണ്. ഡെലിബറേറ്റ്ലി ക്രിയേറ്റ്, ബോധപൂർവം ഒരു ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ. ഇൻഫോർമൽ ഓർഗനൈസേഷൻ നമ്മൾ കണ്ടിരുന്നു, ആൾക്കാർക്ക് ഒരു കോമൺ ഇൻട്രസ്റ്റ് ഉള്ളത് അഥവാ ഒരു പൊതു താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലോ അഥവാ ആൾക്കാരുടെ ഓരോ ഇഷ്ടങ്ങളുടെ അടിസ്ഥാനത്തിലോ ഒക്കെ ചുമ്മാ അവർ ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒരു പർപ്പസിന് വേണ്ടി എന്തെങ്കിലും ഒരു കുഞ്ഞു പർപ്പസിന് വേണ്ടിയിട്ട്, അത് ഒരു കമ്പനിയുടെ മെയിൻ പർപ്പസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന പർപ്പസിന് വേണ്ടിയിട്ട് ആവണമെന്നില്ല. അവർക്ക് ജസ്റ്റ് ഒരു റിക്രിയേഷന് വേണ്ടിയിട്ട് അഥവാ ഒരു ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡ്രാമ ക്ലബ്ബ് ഫോം ചെയ്യുന്നതോ അങ്ങനെ എന്തെങ്കിലും അവരുടെ ഒരു ഇൻട്രസ്റ്റ് അനുസരിച്ച് ഒരു ചെറിയൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നതിനാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുക. അപ്പൊ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ടു സാറ്റിസ്ഫൈ സോഷ്യൽ കൾച്ചറൽ നീഡ്സ് ആൻഡ് ടു ഫുൾഫിൽ കോമൺ ഇൻട്രസ്റ്റ് പീപ്പിൾ ഓർഗനൈസ് ദംസെൽഫ്. വാട്ട് ഇസ് ദ ടെക്നിക്കൽ ടേം ഫോർ ദിസ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ? അപ്പം ഒരു പൊതു താല്പര്യത്തിന്റെ പേരിലോ അഥവാ സോഷ്യൽ കൾച്ചറൽ ആയിട്ടുള്ള നീഡ്സ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആളുകൾ ഫോം ചെയ്യുന്ന ഒരു ഓർഗനൈസേഷന്റെ പേരെന്താണ്, അത് ടെക്നിക്കലി എങ്ങനെയാണ് അതിന്റെ പേര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ കോമൺ ഇൻട്രസ്റ്റിന്റെ പേരിലല്ല, അത് കമ്പനി തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്, ഡെലിബറേറ്റ്ലി ക്രിയേറ്റ് ചെയ്യുന്നതാണ്, ബോധപൂർവം കമ്പനി തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. കോമൺ ഇൻട്രസ്റ്റിന്റെ പേരിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഇൻഫോർമൽ ഓർഗനൈസേഷൻ ആയിരിക്കും. അപ്പൊ തേർഡ് ക്വസ്റ്റ്യൻ ആൻസർ ആണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. ഫോർത്ത് ക്വസ്റ്റ്യൻ, മിസ്റ്റർ രാജഗോപാൽ is a foreman in a spinning mill and there are 25 employees working under him. Due to the increased number of subordinates, he cannot control effectively and hence the company could not achieve the target. Identify the element of organizational structure violated here. അപ്പം ഇതിൽ പറയുന്നത് രാജഗോപാൽ എന്ന് പറയുന്ന ഒരാള് ഒരു കമ്പനിയിലെ സ്പിന്നിങ് മില്ലിലെ ഫോർമാൻ ആണ്. അപ്പം ആ രാജഗോപാലിന്റെ അണ്ടറിൽ 25 എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട്. 25 പേര് രാജഗോപാൽ സുപ്പീരിയറും 25 സബോർഡിനേറ്റ്സ് അയാളുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ 25 സബോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല നമ്പർ ഓഫ് സബോർഡിനേറ്റ്സ് ഉണ്ട്. അപ്പൊ ഇത്രയും കൂടുതൽ സബോർഡിനേറ്റ്സ് വർക്ക് ചെയ്യുന്നത് കൊണ്ട് അയാൾക്ക് എല്ലാവരുടെയും കാര്യങ്ങളും എല്ലാം എഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല. കമ്പനിയുടെ കാര്യങ്ങളെല്ലാം എഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്ത് ഈ സബോർഡിനേറ്റ്സിനെല്ലാം നന്നായിട്ട് കൺട്രോൾ ചെയ്ത് കമ്പനി പറഞ്ഞിരിക്കുന്ന ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ സാധിച്ചില്ല. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന ഈ സിറ്റുവേഷനിൽ ഏത് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ആണ് വയലേറ്റ്, ഏത് എലമെന്റ് ഓഫ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ആണ് വയലേറ്റ് ചെയ്തത് അഥവാ പാലിക്കപ്പെടാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം രാജഗോപാൽ എന്ന് പറഞ്ഞ ആളുടെ അടിയിൽ 25 എംപ്ലോയീസ് വർക്കിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ആ 25 പേരെ ആൾക്ക് എഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് ആ കമ്പനിയുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി ഏത് ഓർഗനൈസേഷൻ സ്ട്രക്ചറിന്റെ എലമെന്റ് ആണ് അവിടെ വയലേറ്റ് ചെയ്തത് അഥവാ പാലിക്കാത്തത് എന്ന് മനസ്സിലായി. സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുള്ള എലമെന്റ് ആണ് പാലിക്കാത്തത്. സ്പാൻ ഓഫ് കൺട്രോൾ അഥവാ സ്പാൻ ഓഫ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സബോർഡിനേറ്റ്സ് അണ്ടർ എ മാനേജർ ആണ് സ്പാൻ ഓഫ് കൺട്രോൾ അഥവാ സ്പാൻ ഓഫ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ പറയുന്നത്. അപ്പൊ സ്പാൻ ഓഫ് കൺട്രോളിൽ എത്ര സബോർഡിനേറ്റ്സ് ആണ് ഒരു സുപ്പീരിയറിന്റെ അണ്ടറിൽ ഉണ്ടാവാൻ പറ്റുന്നത് അഥവാ എത്ര സബോർഡിനേറ്റ്സ് ഒരു സുപ്പീരിയറിന്റെ അണ്ടറിൽ ഉണ്ടെങ്കിൽ ആ സുപ്പീരിയറിന് അത് നന്നായിട്ട് മാനേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പം ഒരാളുടെ അണ്ടറിൽ 50 പേരുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ. കാരണം എല്ലാവരും ചെയ്യേണ്ട ഡ്യൂട്ടീസ് ചെയ്യുന്നുണ്ടോ, എല്ലാവരും കൃത്യമായിട്ടാണ് ചെയ്യുന്നത് എന്നെല്ലാം നോക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതേസമയം ആളുടെ അണ്ടറിൽ ഒരു 6 പേരിൽ 10 പേരെ ഉള്ളെങ്കിൽ കൃത്യമായിട്ട് മാനേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. കാരണം അത് കുറച്ച് നമ്പർ ഓഫ് ആൾക്കാരേ ഉള്ളൂ. ഇപ്പൊ സ്പാൻ ഓഫ് കൺട്രോൾ അഥവാ സ്പാൻ ഓഫ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ സ്പാൻ ഓഫ് കൺട്രോളിൽ ഒരുപോലെ ഉപയോഗിക്കുന്ന വേർഡ്സ് ആണ്, സൈമൾട്ടേനിയസ്ലി അത് യൂസ് ചെയ്യും. സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ സ്പാൻ ഓഫ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ സെയിം ആണ്. അപ്പൊ സ്പാൻ ഓഫ് കൺട്രോൾ അഥവാ സ്പാൻ ഓഫ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു സുപ്പീരിയറിന്റെ അണ്ടറിൽ എത്ര സബോർഡിനേറ്റ്സ് ആകാം എന്നുള്ളതിനാണ് സ്പാൻ ഓഫ് കൺട്രോളിൽ പറയുക. നമ്പർ ഓഫ് സബോർഡിനേറ്റ്സ് അണ്ടർ എ മാനേജർ ആണ് സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് രാജഗോപാൽ എന്ന് പറഞ്ഞ ഫോർമാന്റെ അണ്ടറിൽ 25 എംപ്ലോയീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അയാൾക്ക് ഈ 25 എംപ്ലോയീസിനെ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായി. അതുകൊണ്ട് കമ്പനിയുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ സാധിച്ചില്ല. അപ്പം ഏത് ഓർഗനൈസേഷണൽ സ്ട്രക്ചറിന്റെ ഏത് എലമെന്റ് ആണ് ഇവിടെ ഫോളോ ചെയ്യാതിരുന്നത്? സ്പാൻ ഓഫ് കൺട്രോൾ എന്നുള്ള എലമെന്റ് ആണ്. എന്ന് വെച്ചാൽ കൂടുതൽ സബോർഡിനേറ്റ്സ് ആയിപ്പോയി ആ മാനേജറിന്റെ അണ്ടറിൽ. അതുകൊണ്ട് തന്നെ ആൾക്ക് എഫക്റ്റീവായിട്ട് അവരെ മാനേജ് ചെയ്യാൻ സാധിച്ചില്ല. അപ്പൊ ഫോർത്ത് ക്വസ്റ്റ്യന്റെ ആൻസർ സ്പാൻ ഓഫ് കൺട്രോൾ ആണ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ,
Identify it. It is the framework within which an organization functions. അപ്പം ഒരു ഓർഗനൈസേഷൻ ഫംഗ്ഷൻ ചെയ്യുന്ന ഫ്രെയിംവർക്ക് എന്ന് പറയുന്ന പേര് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്നാണ്. നമ്മൾ കണ്ടിരുന്നു ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്താണ്, ഒരു ഓർഗനൈസേഷൻ എന്തൊക്കെ ഫ്രെയിംവർക്കിനുള്ളിലാണോ ഫംഗ്ഷൻ ചെയ്യുന്നത് അതിനാണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുക. ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു ലൈക്ക് എന്താണ് ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയാണ് എംപ്ലോയീസിന്റെയും എല്ലാവരും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ് എന്നൊക്കെ കാണിക്കുന്നതാണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ പഠിച്ചു 2 ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ട്, ഡിവിഷണൽ സ്ട്രക്ചർ, ഫങ്ഷണൽ സ്ട്രക്ചർ. ഫങ്ഷണൽ സ്ട്രക്ചർ ആണ് ഫംഗ്ഷന്റെ ബേസിസിലായിരിക്കും എല്ലാം മുന്നോട്ട് പോകുന്നത്. ഡിവിഷണൽ സ്ട്രക്ചർ ആണ് പ്രൊഡക്റ്റിന്റെ അഥവാ പ്രാദേശിക ടെറിട്ടറിയുടെ ബേസിസിലായിരിക്കും മുന്നോട്ട് പോവുക. ഇതെല്ലാം നമ്മൾ പഠിച്ചു. അപ്പോൾ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഫ്രെയിംവർക്ക് ആണ്. ഓർഗനൈസേഷൻ എങ്ങനെയാണോ ഫംഗ്ഷൻ ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഒരു ഫ്രെയിംവർക്ക് ആണ്. അപ്പം 5th ക്വസ്റ്റ്യൻ ആൻസർ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആണ്. ഫ്രെയിംവർക്ക് വിത്തിൻ വിച്ച് ഓർഗനൈസേഷൻ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ അത് ഓർഗനൈസേഷൻ സ്ട്രക്ചറിനെ കുറിച്ചാണ് അതിൽ പറയുക. 6th ക്വസ്റ്റ്യൻ ഇൻ വിച്ച് ഓർഗനൈസേഷൻ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി റിലേഷൻസ് ആർ നോട്ട് ഡിഫൈൻഡ്. 2 ഓർഗനൈസേഷൻ ആണ് ഉള്ളത്, ഇൻഫോർമൽ ഓർഗനൈസേഷനും ഫോർമൽ ഓർഗനൈസേഷനും. ഫോർമൽ ഓർഗനൈസേഷനിൽ നമ്മൾ കണ്ടു കൃത്യമായിട്ട് അതോറിറ്റി റെസ്പോൺസിബിലിറ്റി എല്ലാം കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ഫോർമൽ ഓർഗനൈസേഷനിൽ. അപ്പം ഇവിടെ ചോദിച്ചിരിക്കുന്നത് അങ്ങനെ ഡിഫൈൻ ചെയ്യാത്ത ഓർഗനൈസേഷൻ എന്താണ് എന്നാണ്. അപ്പം നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം ഇൻഫോർമൽ ഓർഗനൈസേഷൻ ആണ് അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പ് ഡിഫൈൻ ചെയ്യാത്തത് ഓർഗനൈസേഷൻ. 6th ക്വസ്റ്റ്യൻ ആൻസർ ഇൻഫോർമൽ ഓർഗനൈസേഷൻ. 7th ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിരുന്നു. സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സബോർഡിനേറ്റ്സ് അണ്ടർ എ മാനേജർ എന്നുള്ള കോൺസെപ്റ്റ് ആണ് സ്പാൻ ഓഫ് കൺട്രോളിൽ പറയുക. ഒരു എത്ര സബോർഡിനേറ്റ്സിനെ എഫക്റ്റീവ് ആയിട്ട് ഒരു മാനേജറിന് നോക്കാൻ പറ്റും എന്നതാണ് സ്പാൻ ഓഫ് കൺട്രോളിൽ നമ്മൾ കാണുക. അപ്പൊ സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സബോർഡിനേറ്റ്സ് അണ്ടർ എ മാനേജർ, ഒരു മാനേജറിന് അണ്ടറിൽ എത്ര സബോർഡിനേറ്റ്സ് ഉണ്ടാകും എന്നുള്ള ആ കോൺസെപ്റ്റിനെയാണ് സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുക. അഥവാ സ്പാൻ ഓഫ് മാനേജ്മെന്റ് എന്ന് പറയും. മാനേജ്മെന്റിന്റെ വ്യാപ്തി എന്ന് മലയാളത്തിൽ പറയും. അപ്പൊ സ്പാൻ ഓഫ് കൺട്രോൾ അഥവാ സ്പാൻ ഓഫ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എത്ര സബോർഡിനേറ്റ്സിനെ ഒരു മാനേജറിന് എഫക്റ്റീവായിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും, അഥവാ എഫക്റ്റീവായിട്ട് ആ ഓർഗനൈസേഷന്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ള കോൺസെപ്റ്റ് ആണ് സ്പാൻ ഓഫ് കൺട്രോളിൽ പറയുക. 8th ക്വസ്റ്റ്യൻ ഇൻ കണക്ഷൻ വിത്ത് ദ ക്രിസ്മസ് സെലിബ്രേഷൻ the employees of National Bank formed a small group who organized a feast and other entertainments. Name the type of organization referred here. അപ്പം ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് 2 തരം ഓർഗനൈസേഷൻ ആണ് മെയിൻലി ഉള്ളത്, ഫോർമൽ ഓർഗനൈസേഷനും ഇൻഫോർമൽ ഓർഗനൈസേഷനും. ഫോർമൽ ഓർഗനൈസേഷൻ നമുക്കറിയാം കൃത്യമായിട്ട് ഓർഗനൈസേഷന്റെ മെയിൻ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫോർമൽ ഓർഗനൈസേഷൻ ഫംഗ്ഷൻ ചെയ്യുന്നത്. ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഒരു റിലാക്സ് ചെയ്യാനോ അഥവാ ഒരു കോമൺ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടോ ആൾക്കാരെ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെയൊക്കെയാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ക്രിസ്മസ് സെലിബ്രേഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഒരു ബാങ്കിൽ ഒരു കുഞ്ഞു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. ആ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തത് അവരാണ് ഒരു ഓർഗനൈസ് ചെയ്തത്. ഒരു ഫീസ്റ്റും എന്റർടൈൻമെന്റ് ആക്ടിവിറ്റീസും ഒക്കെ അവരാണ് ഓർഗനൈസ് ചെയ്തത്. ഈ തരത്തിൽ ഫോം ചെയ്ത ഓർഗനൈസേഷന്റെ പേരെന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതൊരു ഇൻഫോർമൽ പർപ്പസിന് വേണ്ടിയിട്ടാണ്. ബാങ്കിന്റെ മെയിൻ പർപ്പസിന് അഥവാ ബാങ്കിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായ ഒരു ഓർഗനൈസേഷൻ അല്ല അത്. അപ്പൊ തീർച്ചയായും നമുക്ക് പറയാൻ സാധിക്കും അതൊരു ഇൻഫോർമൽ ഓർഗനൈസേഷൻ ആണ്. കാരണം അതൊരു ഫീസ്റ്റും എന്റർടൈൻമെന്റ്സിനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷന്റെ പേര് ഇൻഫോർമൽ ഓർഗനൈസേഷൻ ആണ്. 9th ക്വസ്റ്റ്യൻ നെയിം എനി 2 elements ഓഫ് ഡെലിഗേഷൻ. ഡെലിഗേഷന് 3 elements ആണുള്ളത്. നമ്മൾ പഠിച്ചിരുന്നു അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി ആണ് ഡെലിഗേഷന്റെ എലമെന്റ്സ്. അതിൽ ഏതെങ്കിലും 2 എലമെന്റ് മെൻഷൻ ചെയ്യാനാണ് 9th ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, അക്കൗണ്ടബിലിറ്റി, അത് 3 ആണ് ഡെലിഗേഷന്റെ എലമെന്റ്സ്. 10th ക്വസ്റ്റ്യൻ in a classroom discussion, Salim, a +2 student, argues that delegation and decentralization are one and the same. Do you agree with his argument? Second question, give any 2 points to justify your answer. അപ്പം
ഒരു ക്ലാസ് റൂം ഡിസ്കഷനിൽ സലീം എന്ന് പറഞ്ഞ +2 പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് പറഞ്ഞു ഡെലിഗേഷനും ഡീസെൻട്രലൈസേഷനും ഒരേ കാര്യമാണ്, അത് രണ്ടും സെയിം ആണ്, രണ്ടും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല എന്ന് സലീം പറഞ്ഞു. അപ്പം ചോദിച്ചിരിക്കുന്ന ചോദ്യം ആ ആർഗ്യുമെന്റുമായിട്ട് നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ? സലീം പറഞ്ഞ ആർഗ്യുമെന്റ് ശരിയാണോ? ഡെലിഗേഷനും ഡീസെൻട്രലൈസേഷനും ഒന്നാണോ? റിപ്ലൈ ചെയ്യുക ചാറ്റ് ബോക്സിൽ. ഡെലിഗേഷനും ഡീസെൻട്രലൈസേഷനും ഒരേ കാര്യമാണോ? ഹലോ ഹലോ ഡെലിഗേഷനും ഡീസെൻട്രലൈസേഷനും ഒരേ കാര്യമാണ്? അല്ല, ഡെലിഗേഷനും ഡീസെൻട്രലൈസേഷനും രണ്ട് കാര്യമാണ്. നമ്മൾ ഈ ക്ലാസ് അവസാനിച്ച ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ്? ഡിഫറൻസ് ബിറ്റ്വീൻ ഡെലിഗേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ സെക്കൻഡ് പാർട്ടിൽ പറയുക, 10th ക്വസ്റ്റ്യന്റെ സെക്കൻഡ് പാർട്ടിൽ പറയുക അത് തമ്മിലുള്ള ഡിഫറൻസ്, ഏതെങ്കിലും 2 പോയിന്റ് ഡിഫറൻസ് ഏതൊക്കെയാന്ന് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട് ഡിഫറൻസ് ബിറ്റ്വീൻ ഡെലിഗേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. ആ ഡിഫറൻസിൽ ഏതെങ്കിലും 2 പോയിന്റ് അവിടെ എഴുതിയാൽ ഫുൾ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പം ഡെലിഗേഷനും ഡീസെൻട്രലൈസേഷനും 2 കോൺസെപ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ 10th എ പാർട്ടിന്റെ ആൻസർ നോ ആണ്. കാരണം നമ്മൾ അത് എഗ്രി ചെയ്യുന്നില്ല, കാരണം അത് രണ്ടും 2 കോൺസെപ്റ്റ് ആണ്. ബി പാർട്ടിന്റെ ആൻസർ ടു ഗീവ് എനി 2 പോയിന്റ്സ് ടു ജസ്റ്റിഫൈ യുവർ ആൻസർ. നമ്മളുടെ ആൻസർ ജസ്റ്റിഫൈ ചെയ്യാൻ ഏതെങ്കിലും 2 പോയിന്റ് തരാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് അറിയാം ഡെലിഗേഷനും ഡീസെൻട്രലൈസേഷനും തമ്മിലുള്ള ഡിഫറൻസ്. ഡെലിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കമ്പൽസറി ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഒരാൾക്ക് ഒരിക്കലും മുഴുവൻ ജോലികളും തന്നെ ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ഡെലിഗേഷൻ ഒരു കമ്പൽസറി കാര്യമാണ്. ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഓപ്ഷണൽ കാര്യമാണ്. ഡെലിഗേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജോലിയിൽ കുറച്ച് സബോർഡിനേറ്റ്സിന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു അധികാരമാണ് കൊടുക്കുന്നത്. ഓരോ തീരുമാനങ്ങൾ എടുക്കാനുള്ളതും ഡിസിഷൻ മേക്കിങ്ങിനും ഒക്കെയുള്ള അധികാരമാണ് കൊടുക്കുന്നത്. അത് കൊടുക്കുന്നത് ഒരു എന്താ പറയുക, ടോപ്പ് മാനേജ്മെന്റിന്റെ ഒരു ഡിസിഷൻ മേക്കിംഗ് പോളിസിയുടെ ഭാഗമായിട്ടാണ് ഡീസെൻട്രലൈസേഷൻ കൊടുക്കുക. ഡെലിഗേഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആ ജോലി വീതിച്ചു കൊടുക്കുന്നതിനാണ് ഡെലിഗേഷൻ എന്ന് പറയുക. ഡെലിഗേഷൻ ഒരു കമ്പൽസറി ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഒരാൾക്ക് തന്നെ എല്ലാ ജോലിയോടും ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഡെലിഗേഷൻ എല്ലാ കമ്പനിയിലും യൂഷ്വൽ ആയിട്ട് വരുന്നതാണ്. ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അതൊരു ഓപ്ഷണൽ കാര്യമാണ്. അത് ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ അധികാരം മുഴുവൻ എല്ലാവർക്കും കൂടെ വീതിച്ചു കൊടുക്കുന്നതാണ് ഡീസെൻട്രലൈസേഷൻ. അപ്പൊ അത് ഒരു ഓപ്ഷണൽ കാര്യമാണ്. ഡെലിഗേഷൻ എന്ന് പറഞ്ഞാൽ അത് കമ്പൽസറി ആണ്. അപ്പം ആ ഡിഫറൻസ് 2 എഴുതിയാൽ അവിടെ ഫുൾ സ്കോർ ചെയ്യാൻ പറ്റും. അടുത്ത 11th question. Delegation of authority leads to inefficient superiors. Do you agree with the statement? Justify your answer. Delegation of authority നമ്മൾ പറഞ്ഞിരുന്നു, അത് efficient മാനേജ്മെന്റിന് വേണ്ടിയിട്ട് സഹായിക്കും ഡെലിഗേഷൻ എന്നൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. ഒരിക്കലും ഡെലിഗേഷൻ ചെയ്യുന്നത് വഴി സുപ്പീരിയേഴ്സ് ഇൻഎഫിഷ്യന്റ് ആവുകയല്ല ചെയ്യുക. എന്താണ് സംഭവിക്കുക? നമ്മൾ ഡെലിഗേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ സുപ്പീരിയേഴ്സിന്റെ വർക്ക് സബോർഡിനേറ്റ്സിലേക്ക് കുറച്ച് അസൈൻ ചെയ്ത് കൊടുക്കുകയാണ് ഡെലിഗേഷനിൽ ചെയ്യുക. അങ്ങനെ ഡെലിഗേഷൻ ചെയ്യുന്നത് വഴി സുപ്പീരിയേഴ്സിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കമ്പനിയിലെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാറ്റേഴ്സിൽ അവർക്ക് ഇടപെടാൻ സാധിക്കുകയും അത് നന്നായിട്ട് ചെയ്യുകയും ചെയ്യുന്നത് വഴി കമ്പനീനെ എഫിഷ്യന്റ് ആക്കുകയാണ് ചെയ്യുക. അപ്പൊ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ലീഡ്സ് ടു ഇൻഎഫിഷ്യന്റ് സുപ്പീരിയേഴ്സ് എന്ന് പറയുക അതൊരു റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. ജസ്റ്റിഫൈ യുവർ ആൻസർ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻസ് ഓഫ് ഡെലിഗേഷൻ എഴുതിയാൽ മതി. അഥവാ അതില് ഇമ്പോർട്ടൻസ് ഓഫ് ഡെലിഗേഷനിൽ വരുന്നതാണ് എഫിഷ്യന്റ് മാനേജ്മെന്റിന് വേണ്ടിയിട്ട് സഹായിക്കും എന്നുള്ള പോയിന്റ്സ് ഒക്കെ. അപ്പൊ അതിന്റെ ആൻസർ ആയിട്ട് വരിക ഉറപ്പായിട്ടും ഡെലിഗേഷൻ ചെയ്യുന്നത് വഴി എന്താ ചെയ്യുന്നത്? സുപ്പീരിയേഴ്സ് സബോർഡിനേറ്റ്സിലേക്ക് ജോലി ഏൽപ്പിച്ചു കൊടുക്കുന്നു. സബോർഡിനേറ്റ്സ് അപ്പം ആ റൊട്ടീൻ ആയിട്ടുള്ള ജോലികളൊക്കെ സബോർഡിനേറ്റ്സ് ചെയ്യുന്നു. കമ്പനിയുടെ മോർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോർ ആക്ടിവിറ്റീസ് എല്ലാം സുപ്പീരിയേഴ്സ് ചെയ്യുന്നു. അപ്പൊ സുപ്പീരിയേഴ്സ് അതുവഴി അങ്ങനെ മെയിൻ ആക്ടിവിറ്റീസിലെല്ലാം ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് കമ്പനിയുടെ ഗ്രോത്തിനും ഡെവലപ്മെന്റിനും ഒക്കെ അത് വഴിയൊരുക്കുന്നു. അപ്പം അത് എഫിഷ്യന്റ് സുപ്പീരിയേഴ്സും സബോർഡിനേറ്റ്സും ആണ് ഡെലിഗേഷൻ വഴി കിട്ടുക. അപ്പൊ ആ ആൻസർ എഗ്രി വിത്ത്, നമ്മൾ ഡിസഗ്രി വിത്ത് ആണ് ചെയ്യുന്നത് ആ സ്റ്റേറ്റ്മെന്റോട് കൂടി. പിന്നെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇമ്പോർട്ടൻസ് ഓഫ് ഡെലിഗേഷൻ എഴുതുകയാണ് ചെയ്യേണ്ടത്. 12th question. Smita Seema is a principal of a higher secondary school. She decides to give some of her charges to the vice principal Beena. What function of management is used here?
എക്സ്പ്ലെയിൻ. അപ്പം സീമ എന്ന് പറഞ്ഞ പ്രിൻസിപ്പൾ ആണ്, ഒരു ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പൾ ആണ് സീമ എന്ന് പറയുന്ന ആള്. അപ്പം സീമ ആളുടെ കുറച്ച് ചാർജസ്, കുറച്ച് ഉത്തരവാദിത്തങ്ങൾ അഥവാ കുറച്ച് ജോലി വൈസ് പ്രിൻസിപ്പൾ ആയിട്ടുള്ള ബീനയ്ക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പൊ ഇവിടെ ഏത് ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ് ആണ് ഫോളോ ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സീമ എന്ന് പറഞ്ഞ പ്രിൻസിപ്പള് വൈസ് പ്രിൻസിപ്പളിന് കുറച്ച് ഉത്തരവാദിത്തങ്ങൾ അഥവാ കുറച്ച് ജോബ് അസൈൻ ചെയ്തു. അപ്പം ഇവിടെ ഏത് ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ് ആണ് നടക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ പഠിച്ചു ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ആണ്. എന്ന് വെച്ചാൽ ഡെലിഗേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. പ്രിൻസിപ്പൾ അഥവാ സുപ്പീരിയർ സബോർഡിനേറ്റിലേക്ക് കുറച്ച് ജോലി അസൈൻ ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. പ്രിൻസിപ്പൾ വൈസ് പ്രിൻസിപ്പളിലേക്ക് കുറച്ച് ജോലികൾ അസൈൻ ചെയ്തു. അപ്പൊ ഇവിടെ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ആണ് നടക്കുന്നത്. 13th question. Name the management principle which refers to the concentration of authority at one place. അപ്പം നമ്മൾ പഠിച്ചു കോൺസെൻട്രേഷൻ ഓഫ് അതോറിറ്റി അറ്റ് വൺ പ്ലേസ് അഥവാ ഒരാൾ തന്നെ അഥവാ ടോപ്പ് മാനേജ്മെന്റ് തന്നെ എല്ലാ ഡിസിഷൻസും എടുക്കുക, എല്ലാ അതോറിറ്റിയും എല്ലാ അധികാരവും ടോപ്പ് മാനേജ്മെന്റിന് തന്നെയാണ്. ആ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷനിലാണ് സെൻട്രലൈസേഷൻ എന്ന് പറയും. എന്ന് വെച്ചാൽ സെൻട്രൽ പോയിന്റ്, ഒറ്റ പോയിന്റ് ഉണ്ടാവും. ഒരു സർക്കിളിന്റെ സെൻട്രൽ എന്ന് പറഞ്ഞാൽ ഒറ്റ പോയിന്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ ആ ടോപ്പ് മാനേജ്മെന്റ് മാത്രം ഒരു സെൻട്രൽ പോയിന്റ് ഉണ്ടാവും. അത് മാത്രമായിരിക്കും എല്ലാ അധികാരങ്ങളും എല്ലാ ഡിസിഷൻ മേക്കിംഗ് പവറും ആ സെൻട്രൽ പോയിന്റിലായിരിക്കും, അഥവാ ഒരു ഒറ്റ പോയിന്റിലേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാവർക്കും അധികാരങ്ങൾ ഉണ്ടാവും. കുറച്ച് അധികാരം എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലേക്കും വീതിച്ചു കൊടുത്തിട്ടുണ്ടാവും, അഥവാ എല്ലാ ലെവൽസിലേക്കും വീതിച്ചു കൊടുത്തിട്ടുണ്ടാവും. ഇവിടെ ചോദിച്ചിരിക്കുന്നത് മാനേജ്മെന്റ് പ്രിൻസിപ്പൽ വിച്ച് റെഫേഴ്സ് ടു ദ കോൺസെൻട്രേഷൻ ഓഫ് അതോറിറ്റി അറ്റ് വൺ പ്ലേസ്. ഒരു പ്ലേസിൽ മാത്രം അതോറിറ്റി കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് മാനേജ്മെന്റ് പ്രിൻസിപ്പലിന്റെ പേര് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് സെൻട്രലൈസേഷൻ ആണ്. ഒറ്റ പ്ലേസ് മാത്രം എല്ലാ അതോറിറ്റിയും കോൺസെൻട്രേറ്റ് ചെയ്യുക അഥവാ എല്ലാ അതോറിറ്റിയും ഒറ്റ പ്ലേസിൽ മാത്രമാണെങ്കിൽ അത് സെൻട്രലൈസേഷൻ ആണ്. 14th question. The aim of organizing is to enable people to work together for common purpose. Explain. അപ്പം എയിം ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ആളുകളെ കൊണ്ട് ഒരു ജോലി എല്ലാവരോടും ഒന്നിച്ച് ഒരു ജോലി ചെയ്ത് അതൊരു കോമൺ പർപ്പസിലേക്ക് ലീഡ് ചെയ്യുകയാണ് ഒരു ഓർഗനൈസേഷന്റെ എയിം അഥവാ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്നാണ് നമ്മൾ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. ആ സ്റ്റേറ്റ്മെന്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഓർഗനൈസിംഗിൽ കണ്ടു എല്ലാവരും കൂടി ഒരു ജോലി ചെയ്യുന്നു. അതിലെ ഓർഗനൈസേഷന്റെ സ്റ്റെപ്സും ഇമ്പോർട്ടൻസിലും എല്ലാം നമ്മൾ കണ്ടു. എങ്ങനെയാണ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു ജോലി ഡിവൈഡ് ചെയ്ത് എല്ലാവരും കൂടെ പറ്റുന്ന രീതിയിലെല്ലാം അതിലെ റിസോഴ്സസ് എല്ലാം അസംബിൾ ചെയ്ത് ആ ജോലി ചെയ്യുന്നതിനാണ് അഥവാ ഒരു കോമൺ പർപ്പസ് അച്ചീവ് ചെയ്യുന്നതിനാണ് ഓർഗനൈസിംഗ് എന്ന് പറയുക. അപ്പം the main aim of organizing is to coordinate human efforts, assemble resources, both human and physical, and integrate them all into a whole to achieve a common purpose. അപ്പോൾ ഒരു കോമൺ പർപ്പസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹ്യൂമൻ ആയിട്ടുള്ളതും ഫിസിക്കൽ ആയിട്ടുള്ള റിസോഴ്സസ് എന്ന് വെച്ചാൽ ആളുകളെയും പിന്നെ ബാക്കി മെഷീനറീസ് അങ്ങനെയുള്ള എല്ലാ ഹ്യൂമൻ ആയിട്ടുള്ളതും ഫിസിക്കൽ ആയിട്ടുള്ള റിസോഴ്സസിനെ എല്ലാം കൂടെ ഒന്നിപ്പിച്ച് ഒരു കോമൺ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ നോക്കുകയാണ് ഓർഗനൈസിംഗിന്റെ എയിം. അപ്പം ആ സ്റ്റേറ്റ്മെന്റ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻസ് ഓഫ് ഓർഗനൈസിംഗ് എഴുതാം. അഥവാ ഈ ഓർഗനൈസിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ആദ്യം കണ്ടപ്പോൾ തന്നെ പഠിച്ചു. ഓർഗനൈസിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കോമൺ ഒബ്ജക്റ്റീവ് ഉണ്ടാവും. ആ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ അതിനു വേണ്ടിയിട്ട് ആ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുന്നതാണ് ഓർഗനൈസിംഗ് എന്ന് പറഞ്ഞാൽ. നമ്മൾ ഓർഗനൈസിംഗിന്റെ ഡെഫിനിഷൻസ് കണ്ടിരുന്നു. ലൂയിസ് അലൻ പറഞ്ഞ ഡെഫിനിഷനും തിയോ ഹൈമാൻ പറഞ്ഞ ഡെഫിനിഷനും ഒക്കെ അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഓർഗനൈസിംഗ് എന്ന് പറഞ്ഞാൽ ഐഡന്റിഫൈങ് ആൻഡ് ഗ്രൂപ്പിംഗ് ആക്ടിവിറ്റീസ് ടു ബി പെർഫോം, ഡിഫൈനിങ് ആൻഡ് ഡെലിഗേറ്റിംഗ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ആൻഡ് എസ്റ്റാബ്ലിഷിംഗ് റിലേഷൻഷിപ്പ് ഫോർ ദ പർപ്പസ് ഓഫ് എനേബിളിംഗ് എ ടാസ്ക് ടു ബി പെർഫോംഡ്. അങ്ങനെ പറഞ്ഞ് നമ്മൾ പഠിച്ചിരുന്നു. അപ്പൊ അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വർക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളതാണ്, അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരുന്നു ഓർഗനൈസിംഗ് എന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് ആണ്. അപ്പൊ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക. ഓർഗനൈസിംഗിന്റെ ഡെഫിനിഷൻ ഇവിടെ എഴുതാം. തിയോ ഹൈമാൻ പറഞ്ഞ ഡെഫിനിഷൻ അല്ല ലൂയിസ് അലൻ പറഞ്ഞ ഡെഫിനിഷൻ, രണ്ട് ഡെഫിനിഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ഡെഫിനിഷൻ എഴുതാം. അതിനുശേഷം അതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചാൽ മതി. 15th question. Thomas, one of your friends, has decided to start a business at Kollam. He requested you to assist him in framing a suitable organization structure. Describe the elements you should keep in mind while assisting Thomas. അപ്പം
തോമസ് എന്ന് പറയുന്ന നമ്മുടെ ഒരു ഫ്രണ്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. കൊല്ലത്ത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പം ആള് നമ്മളോട് പറഞ്ഞു എങ്ങനെയാണ് ഒരു സ്യൂട്ടബിൾ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എങ്ങനെയാണ് ഫ്രെയിം ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ തരാമോ എന്ന് നമ്മളോട് ചോദിച്ചു. നമ്മൾ ബിസിനസ് പഠിക്കുന്ന സ്റ്റുഡൻസ് ആയതുകൊണ്ട്. അപ്പം ആസ് എ കൊമേഴ്സ് സ്റ്റുഡന്റ് നമ്മൾ എന്താ പറഞ്ഞു കൊടുക്കേണ്ടത്? ഓർഗനൈസിങ് സ്ട്രക്ചർ ആണ് ചോദിച്ചിരിക്കുന്നത്, അഥവാ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ ആദ്യം ആൻസർ ചെയ്യേണ്ടത് ഓർഗനൈസിങ്ങിന്റെ സ്റ്റെപ്സ് എന്താണെന്ന് എഴുതണം. ഓർഗനൈസിങ്ങിന്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് ആദ്യം പറഞ്ഞു കൊടുക്കണം. ഓരോ ഓർഗനൈസേഷന്റെ കറക്റ്റ് ആയിട്ട് ഓരോ ഓർഗനൈസേഷന്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കണം. അതിനുശേഷം പറഞ്ഞു കൊടുക്കേണ്ടത് എന്താണ്? ഇപ്പൊ ചോദിച്ചിരിക്കുന്നത് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത്? നമുക്കറിയാം ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഫംഗ്ഷന്റെ ബേസിസിലും സ്ട്രക്ചർ ഫോം ചെയ്യാം, ഡിവിഷന്റെ ബേസിസിലും സ്ട്രക്ചർ ഫോം ചെയ്യാം. എന്ന് വെച്ചാൽ പ്രൊഡക്റ്റിന്റെ ബേസിസിലും ചെയ്യാം, ഓരോ ഫംഗ്ഷൻസിന്റെ ബേസിസിലും ചെയ്യാം. അപ്പൊ അതിന്റെ രണ്ടിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കണം. പ്രൊഡക്റ്റിന്റെ ബേസിസിൽ എങ്ങനെയാണ് ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞു കൊടുക്കണം. അതുപോലെ തന്നെ ഫംഗ്ഷന്റെ ബേസിസിൽ എങ്ങനെയാണ് ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഫോം ചെയ്ത് കൊടുക്കേണ്ടത് എന്ന് പറയണം. അപ്പൊ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്താണെന്ന് പറയണം, ഓർഗനൈസിങ്ങിന്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് പറയണം. ആൻഡ് രണ്ട് തരം ഓർഗനൈസിംഗ് സ്ട്രക്ചർ ആണ് മെയിൻലി ഉള്ളത്. അപ്പൊ അത് രണ്ട് തരം ഓർഗനൈസേഷൻ സ്ട്രക്ചറിന്റെ അഡ്വാൻറ്റേജസ് എങ്ങനെയാണ്, അതിന്റെ കോൺസെപ്റ്റ് എന്താണ് എന്നാണ് ഈ ക്വസ്റ്റ്യനിൽ explain ചെയ്യേണ്ടത്. 16th question, delegation of authority leads to reduction in workload of superiors. In the light of this statement, comment briefly on the importance of delegation of authority. But delegation of authority എന്ന് പറഞ്ഞാൽ leads to reduction of workload of superiors എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സ്റ്റേറ്റ്മെന്റിനെ എക്സ്പാൻഡ് ചെയ്യുക എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ്. ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ സുപ്പീരിയേഴ്സിന്റെ വർക്കിന്റെ ഒരു പോർഷൻ സബോർഡിനേറ്റ്സിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുവഴി സുപ്പീരിയേഴ്സിന് മെയിൻ ആയിട്ടുള്ള അഥവാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോർ ഏരിയാസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് സാധിക്കുക. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് 16th ക്വസ്റ്റ്യനിൽ. 17th ക്വസ്റ്റ്യൻ, ജോയ് ലിമിറ്റഡ് is having an organizational structure which is intentionally created with well-defined jobs. Identify the type of organization. ജോയി ലിമിറ്റഡ് എന്ന് പറഞ്ഞ ആ കമ്പനിക്ക് കൃത്യമായിട്ട് ഇന്റൻഷനലി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന അഥവാ ബോധപൂർവ്വം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആണ് ഉള്ളത്. അപ്പൊ ഈ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷന് എന്താണ് പേര് പറയുക? നമ്മൾക്കറിയാം ഇന്റൻഷനലി ക്രിയേറ്റ് ചെയ്ത അഥവാ ബോധപൂർവ്വം മാനേജ്മെന്റ് ക്രിയേറ്റ് ചെയ്ത ഒരു ഓർഗനൈസേഷന് പറയുക ഫോർമൽ ഓർഗനൈസേഷൻ എന്നാണ് പറയുക. അപ്പം ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ആ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷന്റെ പേര് ഫോർമൽ ഓർഗനൈസേഷൻ. സ്റ്റേറ്റ് ഇറ്റ്സ് ഫീച്ചേഴ്സ്. അപ്പൊ ഫോർമൽ ഓർഗനൈസേഷന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് എഴുതുക. അടുത്ത സി പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത് ലൊക്കേറ്റ് ഇറ്റ്സ് ഡിഫറൻസ് ഫ്രം ആൻ ഓർഗനൈസേഷൻ ക്രിയേറ്റഡ് ഓൺ പേഴ്സണൽ ആൻഡ് സോഷ്യൽ റിലേഷൻഷിപ്പ് ഓൺ ദ ബേസിസ് ഓഫ് ഫ്രണ്ട്ഷിപ്പ്. അപ്പം ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ആ ഫോർമൽ ഓർഗനൈസേഷനും പിന്നെ ചോദിച്ചിരിക്കുന്നത് ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റിനും സോഷ്യൽ റിലേഷൻഷിപ്പിന്റെ ഒക്കെ ബേസിസിൽ അഥവാ ഫ്രണ്ട്ഷിപ്പിന്റെ ബേസിസിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഓർഗനൈസേഷനും ഈ ഇന്റൻഷനലി ക്രിയേറ്റ് ചെയ്ത ഓർഗനൈസേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് എഴുതുക. എന്ന് വെച്ചാൽ ഫോർമൽ ഓർഗനൈസേഷനും ഇൻഫോർമൽ ഓർഗനൈസേഷനും തമ്മിലുള്ള ഡിഫറൻസ് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇതാണ് ക്വസ്റ്റ്യൻസ്. മെയിൻലി വരുന്നത് ഫോർമൽ ഓർഗനൈസേഷൻ, ഇൻഫോർമൽ ഓർഗനൈസേഷൻ. പിന്നെ വരുന്നത് ഡിവിഷണൽ സ്ട്രക്ചർ, ഫങ്ഷണൽ സ്ട്രക്ചർ ഐഡന്റിഫൈ ചെയ്യാൻ. പിന്നെ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഡെലിഗേഷൻ എന്താണ് എന്നുള്ളത്, സ്പാൻ ഓഫ് കൺട്രോൾ എന്താണ്, ഇതൊക്കെയാണ് മെയിൻലി വരുന്ന ക്വസ്റ്റ്യൻസ്. വേറൊരു ക്വസ്റ്റ്യൻസ് കൂടെ പെട്ടെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രീഫ്ലി ഡിസ്ക്രൈബ് എനി 5 അഡ്വാൻറ്റേജസ് ഓഫ് എഫക്റ്റീവ് ഡെലിഗേഷൻ ഇൻ ദ കേസ് ഓഫ് എ ബിസിനസ് എന്റർപ്രൈസ്. അപ്പം ആ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എഴുതേണ്ടത് ചോദിച്ചിരിക്കുന്നത് എന്തെങ്കിലും എഫക്റ്റീവ് ആയിട്ടുള്ള ഡെലിഗേഷന്റെ അഡ്വാൻറ്റേജസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇമ്പോർട്ടൻസ് ഓഫ് ഡെലിഗേഷൻ അഥവാ മെറിറ്റ്സ് ഓഫ് ഡെലിഗേഷൻ, അഡ്വാൻറ്റേജസ് ഓഫ് ഡെലിഗേഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിരുന്നു. ഇമ്പോർട്ടൻസ് അഥവാ മെറിറ്റ്സ് അഥവാ അഡ്വാൻറ്റേജസ് ഇതൊക്കെ ചോദിച്ചാലും സെയിം പോയിന്റ്സ് ആണ് എഴുതേണ്ടത്. നമ്മളത് ടെക്സ്റ്റിൽ പഠിച്ചിരുന്നു. ആ പോയിന്റ്സ് ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ക്ലെവർ ഡോഗ്സ് ഇസ് എ ലീഡിംഗ് IT കമ്പനി ഇൻ ടെക്നോപാർക്ക് അറ്റ് തിരുവനന്തപുരം and the organization has its necessary hierarchical position. The employees of this organization decided to form a carol club for its Xmas celebration and Mr. Matthew is elected as the convener. Identify the 2 forms of organization here. ഇവിടെ 2 ഫോംസ് ഓഫ് ഓർഗനൈസേഷൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യം പറഞ്ഞിരിക്കുന്നത് ക്ലെവർ ഡോഗ്സ് ഇസ് എ ലീഡിംഗ് കമ്പനി. ക്ലെവർ ഡോഗ്സ് എന്ന് പറഞ്ഞാൽ
ഒരു ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്ന ഒരു ലീഡിംഗ് കമ്പനി ഉണ്ട്, IT കമ്പനി ഉണ്ട്. ആ കമ്പനിയിലെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഹൈറാർക്കിക്കൽ പൊസിഷൻ അനുസരിച്ചാണ്. എന്ന് വെച്ചാൽ ആരാണ് ടോപ്പ് പൊസിഷൻ വരുന്നത്, ആരാണ് അയാളുടെ അണ്ടറിൽ വരിക, അദ്ദേഹത്തിന്റെ അണ്ടറിൽ ആരൊക്കെയാണ് എന്നൊക്കെയുള്ള കൃത്യമായിട്ടുള്ള ഓർഡർ കൊടുത്തിട്ടുണ്ട് ആ കമ്പനിയിൽ. അത് കഴിഞ്ഞ് അപ്പൊ അതിൽ പറയുന്നത് എന്താണ്, കൃത്യമായിട്ട് അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ പറയുന്നത് എന്താണ്, ഫോർമൽ ഓർഗനൈസേഷൻ. അപ്പൊ ഫസ്റ്റ് സെന്റൻസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അതൊരു ഫോർമൽ ഓർഗനൈസേഷനെ കുറിച്ചാണ് പറയുക. സെക്കൻഡിൽ പറയുക ദ എംപ്ലോയീസ് ഓഫ് ദിസ് ഫേം ഡിസൈഡഡ് ടു ഫോം എ കരോൾ ക്ലബ്. അപ്പം ഈ കമ്പനിയിലെ എംപ്ലോയീസ് എല്ലാവരും കൂടെ ഒരു കരോൾ ക്ലബ്ബ് അഥവാ ഒരു കരോളില് ഒരു ക്ലബ്ബ്, ക്രിസ്മസിന്റെ സമയത്ത് ഒരു കരോൾ ക്ലബ്ബ് ക്രിയേറ്റ് ചെയ്യാൻ അവർ തീരുമാനിച്ചു. ആൻഡ് അതിന്റെ കൺവീനർ ആയിട്ട് മാത്യു എന്ന് പറഞ്ഞ ആളെ സെലക്ട് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സെക്കൻഡ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് അവരുടെ ഒരു കോമൺ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട്, ഓർഗനൈസേഷന്റെ മെയിൻ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടല്ല, മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ആ എംപ്ലോയീസിന്റെ ഒരു ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് അവരൊരു ക്രിസ്മസ് കരോൾ ക്ലബ്ബ് ഫോം ചെയ്തു. അപ്പൊ അതിൽ പറയുക ഇൻഫോർമൽ ഓർഗനൈസേഷനെ കുറിച്ചാണ്. അപ്പം സെക്കൻഡ് ക്വസ്റ്റ്യനിലെ ബി പാർട്ടിൽ ചോദിക്കുക ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ദം. അപ്പൊ ഫോർമൽ ഓർഗനൈസേഷനും ഇൻഫോർമൽ ഓർഗനൈസേഷന്റെ ഡിഫറൻസ് ആണ് ബി പാർട്ടിൽ എഴുതേണ്ടത്. Third question, in connection with Christmas celebration, the employees of National Bank formed a small group who organized a feast and other entertainments. Name the type of organization referred here. അപ്പം ഒരു ബാങ്കില് ക്രിസ്മസ് സെലിബ്രേഷന്റെ പാർട്ടായിട്ട് ഒരു നാഷണൽ ബാങ്കില് ഒരു സ്മോൾ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. ആ ഗ്രൂപ്പ് എന്തിനാ ക്രിയേറ്റ് ചെയ്തത്, ഫീസ്റ്റ് നടക്കാനും അതർ എന്റർടൈൻമെന്റ് ആക്ടിവിറ്റീസ് നടത്താൻ വേണ്ടിയിട്ടുമാണ് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തത്. ആ ഗ്രൂപ്പ് ഏത് ഗ്രൂപ്പിനെ, ഏത് തരം ഓർഗനൈസേഷനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഇത് കമ്പനിയുടെ മെയിൻ പർപ്പസിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്ത ഗ്രൂപ്പ് അല്ല, ഇത് ഒരു ഇൻഫോർമൽ ഗ്രൂപ്പിനെ കുറിച്ച് അഥവാ ഇൻഫോർമൽ ഓർഗനൈസേഷനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ രണ്ട് തരാണ്, ഫോർമൽ ഓർഗനൈസേഷൻ, ഇൻഫോർമൽ ഓർഗനൈസേഷൻ. ഫോർമൽ ഓർഗനൈസേഷൻ കമ്പനിയുടെ മെയിൻ പർപ്പസിന് വേണ്ടിയിട്ട് ബോധപൂർവം മാനേജ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഫോർമൽ ഓർഗനൈസേഷൻ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇൻഫോർമൽ ഓർഗനൈസേഷനെ കുറിച്ചാണ്. ഈ ക്വസ്റ്റ്യൻ ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതാണ്, അതുകൊണ്ട് ഈ ക്വസ്റ്റ്യനിലൊക്കെ ലൈക്ക് ഈ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് കൊണ്ട് അത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഫോർത്ത് ക്വസ്റ്റ്യനിൽ ഫ്രം ദ ഫോളോയിങ് ചൂസ് വൺ വിച്ച് ഇസ് നോട്ട് ദ പാർട്ട് ഓഫ് പ്രോസസ് ഓഫ് ഓർഗനൈസിങ്. അപ്പൊ ഓർഗനൈസിംഗിന്റെ പാർട്ട് അല്ലാത്ത ഇതിൽ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഡിവിഷൻ ഓഫ് വർക്ക്, ഓപ്ഷൻ ബി grouping of jobs, option C coordination of activities, and option D is scalar chain. അപ്പം നമ്മൾ പഠിച്ചു ഓർഗനൈസിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വർക്ക് ഡിവൈഡ് ചെയ്ത് അതിനെ ഗ്രൂപ്പ് ചെയ്ത് അതിന് ആ ആക്ടിവിറ്റി ഒരു കോമൺ ഒബ്ജക്റ്റീവ് അഥവാ കമ്പനിയുടെ മെയിൻ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ കോർഡിനേറ്റ് ചെയ്യുന്നതിനാണ് ഓർഗനൈസിംഗ് എന്ന് പറയുക. സ്കെയിലാർ ചെയിൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഫയോളിന്റെ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിൽ വരുന്നതാണ്. അത് ഇൻ നോ വേ ഇസ് കണക്റ്റഡ് വിത്ത് ദ പ്രോസസ് ഓഫ് ഓർഗനൈസിംഗ്. അതുകൊണ്ട് തന്നെ സ്കെയിലാർ ചെയിൻ ആണ് ഇതിലെ ഓഡ് വൺ ഔട്ട്. അപ്പം ഓർഗനൈസിംഗിന്റെ പ്രോസസ്സിൽ വരാത്തതാണ് സ്കെയിലാർ ചെയിൻ. ഡിവിഷൻ ഓഫ് വർക്കും ഗ്രൂപ്പിംഗ് ഓഫ് ജോബ്സും കോർഡിനേഷൻ ഓഫ് ആക്ടിവിറ്റീസും ഒക്കെ പ്രോസസ് ഓഫ് ഓർഗനൈസിംഗിൽ വരുന്നതാണ്. ഫിഫ്ത് ക്വസ്റ്റ്യൻ, മിസ്റ്റർ രാധാകൃഷ്ണൻ, the branch manager of a national bank, often shares some of his work to his immediate subordinate, Mr. Rajendran, the assistant manager. This helps Mr. Radhakrishnan to spend more time to mobilize their target deposit. Name the element of organizing applied by Radhakrishnan. അപ്പം ഇതിൽ പറയുക രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ബ്രാഞ്ച് മാനേജർ മിക്കപ്പോഴും ആളുടെ ജോലിയുടെ കുറച്ച് ഭാഗം മിസ്റ്റർ രാജേന്ദ്രൻ എന്ന് പറഞ്ഞ അസിസ്റ്റന്റ് മാനേജറിനെ ഏൽപ്പിച്ചു കൊടുക്കാറുണ്ട്. അപ്പം ഇങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് വഴി കൂടുതൽ സമയം കിട്ടുകയും ആ സമയം കൊണ്ട് കൂടുതൽ ഡെപ്പോസിറ്റ് ഒക്കെ കൂടുതൽ ആളുകളിൽ നിന്ന് ഡെപ്പോസിറ്റ് ഒക്കെ പിരിക്കാനും ഡെപ്പോസിറ്റ് ഒക്കെ കൂട്ടാനും ഒക്കെ രാധാകൃഷ്ണന് സമയം കിട്ടുന്നുണ്ട്. അപ്പം ഇതില് ഏത് എലമെന്റ് ഓഫ് ഓർഗനൈസിംഗ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? നമുക്കറിയാം ഡെലിഗേഷൻ ആണ് ഇവിടെ പറയുന്നത്. ഡെലിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെലിഗേഷൻ എന്ന് പറഞ്ഞാൽ സുപ്പീരിയർ സബോർഡിനേറ്റിന് കുറച്ച് ജോലികൾ അസൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഡെലിഗേഷൻ ആണ് ഇവിടെ പറയുന്നത്. ഫിഫ്ത് പോയിന്റിൽ ഡെലിഗേഷൻ ആണ് പറയുന്നത്. ഫിഫ്ത് ക്വസ്റ്റ്യനിൽ ബി പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത് സ്റ്റെപ്സ് ഫോളോഡ് ഇൻ ദ പ്രോസസ് ഓഫ് ഡെലിഗേഷൻ എന്തൊക്കെയാണെന്ന് എഴുതാനാണ്. അത് നമുക്ക് സിലബസിൽ പഠിക്കാനില്ല, അത് ഔട്ട് ഓഫ് സിലബസ് ആണ്. പഴയ ടെക്സ്റ്റിലുണ്ടായിരുന്നു, നമ്മൾക്ക് പഴയ പോർഷനിലുണ്ടായിരുന്നു ഡെലിഗേഷന്റെ സ്റ്റെപ്സ് പഠിക്കാൻ.
ഇപ്പൊ നമുക്ക് അതില്ല, അതുകൊണ്ട് അത് നോക്കണ്ട. അടുത്ത ക്വസ്റ്റ്യൻ, സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്പാൻ ഓഫ് കൺട്രോൾ നമുക്കറിയാം, നമ്പർ ഓഫ് സബോർഡിനേറ്റ്സ് അണ്ടർ എ മാനേജർ എന്നുള്ള കോൺസെപ്റ്റ് ആണ് സ്പാൻ ഓഫ് കൺട്രോൾ അഥവാ സ്പാൻ ഓഫ് മാനേജ്മെന്റിൽ പറയുക. അടുത്ത 7th ക്വസ്റ്റ്യൻ, AB Limited is a manufacturing and distributing plastic home appliances. Draw a diagram and explain the functional organization structure of AB Limited. അപ്പോൾ AB Limited എന്ന് പറയുന്ന കമ്പനി പ്ലാസ്റ്റിക് ഹോം അപ്ലയൻസസ് വാങ്ങുകയും വിൽക്കുകയൊക്കെ ചെയ്യുന്ന കമ്പനിയാണ്, മാനുഫാക്ചർ ചെയ്യുകയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യുന്ന കമ്പനിയാണ്. അപ്പൊ ആ കമ്പനിയുടെ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, ഫങ്ഷണൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് വെച്ചാൽ ഫംഗ്ഷന്റെ അടിസ്ഥാനത്തിലായിരിക്കും ആ കമ്പനിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഫങ്ഷണൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ നമ്മൾ പഠിച്ചതാണ്. എങ്ങനെയാണ് വരുന്നത്? ഫങ്ഷണൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഇങ്ങനെയാണ് വരിക. ഇപ്പം നിങ്ങൾക്ക് ഈ സ്ക്രീൻ കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു ഫങ്ഷണൽ ഡയറക്ടർ ഉണ്ടാവും ടോപ്പില്, അത് കഴിഞ്ഞ് ഓരോ ഫംഗ്ഷൻ അനുസരിച്ച് മാനേജേഴ്സ് ഉണ്ടാവും, ഫിനാൻസ് മാനേജർ, മാർക്കറ്റിംഗ് മാനേജർ, പ്രൊഡക്ഷൻ മാനേജർ, അങ്ങനെ ഓരോ ഫംഗ്ഷൻ അനുസരിച്ച് മാനേജർ. ഇതാണ് ആ സ്ട്രക്ചർ വരയ്ക്കാൻ പറഞ്ഞാൽ ഇതാണ് നമ്മൾ വരയ്ക്കേണ്ടത്. ഇങ്ങനെ ഓരോ അനുസരിച്ച് ഓരോ ഫംഗ്ഷൻ അനുസരിച്ചും ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഫിനാൻസ് മാനേജർ, മാർക്കറ്റിംഗ് മാനേജർ, പ്രൊഡക്ഷൻ മാനേജർ, സെയിൽസ് മാനേജർ, അങ്ങനെ പറഞ്ഞാൽ ഓരോ ഫംഗ്ഷൻ അനുസരിച്ചായിരിക്കും ഡിവൈഡ് ചെയ്യുന്നത്. ഈ ഫങ്ഷണൽ സ്ട്രക്ചറിന്റെ ഒരു ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞാൽ ഈ ഡയഗ്രാം ആണ് നമ്മൾ വരയ്ക്കേണ്ടത്. ഇങ്ങനെ ഓരോ ഫംഗ്ഷൻ അനുസരിച്ച് ഡിവൈഡ് ചെയ്തിരിക്കുന്ന ഡയഗ്രാം അഥവാ ഇതാണ് ഫങ്ഷണൽ സ്ട്രക്ചറിന്റെ ഡയഗ്രാം വരയ്ക്കാൻ ചോദിച്ചാൽ ഇതാണ് വരയ്ക്കേണ്ടത്. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ലീഡ്സ് ടു ഇൻഎഫിഷ്യന്റ് സുപ്പീരിയേഴ്സ്. ഈ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ഇൻഎഫിഷ്യന്റ് സുപ്പീരിയേഴ്സിലേക്ക് ലീഡ് ചെയ്യുന്നു എന്നുള്ളത് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അവിടെ അത് ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇമ്പോർട്ടൻസ് ഓഫ് ഡെലിഗേഷൻ എന്തൊക്കെയാണെന്ന് എഴുതിയാൽ മതി. ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എഫിഷ്യന്റ് ആയിട്ടുള്ള സുപ്പീരിയേഴ്സിലേക്കാണ് ലീഡ് ചെയ്യുക. 9th question, Mr. Joel is the general manager of newly started cashew exporting company in Kollam. He created different departments, namely purchase, production, finance, marketing, etc. in his organization. Suggest him a suitable organization structure with the help of a chart. List out the important features of it. അപ്പം പറഞ്ഞിരിക്കുന്നത് ഒരു കാഷ്യൂ എക്സ്പോർട്ടിംഗ് കമ്പനി കൊല്ലത്ത് സ്റ്റാർട്ട് ചെയ്തു മിസ്റ്റർ ജോയല്. അപ്പൊ ആ ജോയല് അതിൽ ഡിവൈഡ് ചെയ്ത് പല ഡിപ്പാർട്ട്മെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, പർച്ചേസ് ഫംഗ്ഷൻ, ഫിനാൻസ് ഫംഗ്ഷൻ, മാർക്കറ്റിംഗ് ഫംഗ്ഷൻ, അങ്ങനെ ഡിഫറെന്റ് ഫംഗ്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഇങ്ങനെ ഫംഗ്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരുന്ന ഒരു കമ്പനിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഏതാണെന്ന് നമുക്കറിയാം. ഫങ്ഷണൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആണ് ഏറ്റവും അതിൽ യോജിക്കുന്ന ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഫങ്ഷണൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആണ്. അപ്പൊ ഫങ്ഷണൽ ഓർഗനൈസേഷൻ സ്ട്രക്ചറെ ഒരു ചാർട്ടായിട്ട് റെപ്രസെന്റ് ചെയ്യാനും അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫീച്ചേഴ്സ് അഥവാ അഡ്വാൻറ്റേജസ് ഓഫ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ നമ്മളൊക്കെ അറിയാം, അത് എഴുതുക. അതിന്റെ കൂട്ടത്തിൽ ഇപ്പൊ കാണിച്ചിരുന്ന ആ ചാർട്ടും വരയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ 5 മിനിറ്റിനുള്ളിൽ തീർക്കാവേ. അടുത്ത ക്വസ്റ്റ്യൻ 10th question, name any 3 co-curricular formal organization functions in your school premises. Point out any 3 merits of formal organization. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഫോർമൽ ഓർഗനൈസേഷനിൽ സ്കൂളിൽ പ്രവർത്തിക്കുന്ന കുറച്ച് എന്തെങ്കിലും ആക്ടിവിറ്റീസ് അഥവാ സ്കൂളിൽ കോ കരിക്കുലർ ഫോർമൽ ഓർഗനൈസേഷൻ എന്തൊക്കെയാണെന്ന് എഴുതുക, അതിന്റെ ബെനിഫിറ്റ്സ് എഴുതുക. അപ്പം ഫോർമൽ ഓർഗനൈസേഷന് 3 ബെനിഫിറ്റ്സ് എഴുതാൻ നിങ്ങൾക്കറിയാം. ഫോർമൽ ഓർഗനൈസേഷന്റെ മെറിറ്റ്സ് നമ്മൾ പഠിച്ചതാണ്. ഈ സ്കൂളിൽ പ്രവർത്തിക്കുന്ന ഫോർമൽ ഓർഗനൈസേഷൻ കോ-കരിക്കുലർ ആയിട്ടുള്ള ഫോർമൽ ഓർഗനൈസേഷൻസ് എന്ന് പറഞ്ഞാൽ NSS ക്ലബ്ബ്, നേച്ചർ ക്ലബ്ബ്, പിന്നെ സ്കൗട്ട് ഗൈഡൻസ്, അങ്ങനെയുള്ള ക്ലബ്ബുകളൊക്കെ സ്കൂളിലില്ലേ, അതാണ് ഫോർമൽ ഓർഗനൈസിങ് ക്ലബ്സ്. കോ-കരിക്കുലർ ആക്ടിവിറ്റീസുമായിട്ട് റിലേറ്റ് ചെയ്ത ഫോർമൽ ഓർഗനൈസിങ് ക്ലബ്സ് സ്കൂളിലുള്ളത് ഇതൊക്കെയാണ്. NSS, സ്കൗട്ട് ആൻഡ് ഗൈഡൻസ്, നേച്ചർ ക്ലബ്ബ്, ഇതൊക്കെയാണ് ക്ലബ്ബുകൾ. ഇനി 11th question, Ram, Rahim and Ron are employees of 3R Limited. Mr. Robert, their immediate superior, is guiding instructions and supervising them in their work. Which function of management is performed by Mr. Robert? Give its importance. അപ്പം റാം, റഹീം, റോൺ എന്ന് പറയുന്നത് 3R ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയിലെ എംപ്ലോയീസ് ആണ്. റോബർട്ട് എന്ന് പറയുന്നത് അവരുടെ ഇമ്മീഡിയറ്റ് സുപ്പീരിയർ ആണ്. ആൻഡ് ഇമ്മീഡിയറ്റ് സുപ്പീരിയർ ആയിട്ടുള്ള റോബർട്ട് ആണ് അവർക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നതും അവർക്ക് ഗൈഡ് ചെയ്യുന്നതും അവരെ സൂപ്പർവൈസ് ചെയ്യുന്നതും എല്ലാം റോബർട്ട് ആണ്. അപ്പൊ അതിൽ ഏത് ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ് ആണ് ഇവിടെ ഫോളോ ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇവിടെ ഓർഗനൈസിംഗ് ആണ് ഫോളോ ചെയ്യുന്നത്. ഓർഗനൈസിംഗിൽ
ഗൈഡിങ്ങും ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയും സൂപ്പർവൈസ് ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് ഒരു കമ്പനിയുടെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് നടക്കുന്നത്. അപ്പം ഇവിടെ ഫോളോ ചെയ്യുന്നത് ഓർഗനൈസിംഗ് ആണ്. ഓർഗനൈസിംഗിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് കൊടുക്കുക. 12th question, V-Guard Limited, a leading company in Kerala, is engaged in diversified business, namely electrical, textiles, amusement parks, etc. Each of these have different departments, namely marketing, production, finance, research and development, etc. Suggest a suitable organization structure to this company and list its merits and demerits. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് V-Guard എന്ന് പറയുന്ന കമ്പനിയിൽ പല പ്രൊഡക്ട്സ് ഉണ്ട്. ഇലക്ട്രിക്കൽ പ്രൊഡക്ട്സ് ഉണ്ട്, ടെക്സ്റ്റൈൽസ് ഉണ്ട്, അമ്യൂസ്മെന്റ് പാർക്സ് ഉണ്ട്. അങ്ങനെ പല ബിസിനസ്സിലും ഈ V-Guard എന്ന് പറയുന്ന കമ്പനി ഏർപ്പെടുന്നുണ്ട്. അപ്പം ഈ V-Guard എന്ന് പറയുന്ന കമ്പനിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പല ഡിഫറെന്റ് പ്രൊഡക്ട്സ് ഉള്ള ഒരു കമ്പനിക്ക് തീർച്ചയായിട്ടും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഡിവിഷണൽ സ്ട്രക്ചർ ആയിരിക്കും. എന്ന് വെച്ചാൽ പ്രൊഡക്ട്സിന്റെ അടിസ്ഥാനത്തിലുള്ള സ്ട്രക്ചർ ആയിരിക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അപ്പൊ അതിന്റെ ആൻസർ ഡിവിഷണൽ സ്ട്രക്ചർ ആയിരിക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ആൻഡ് അടുത്ത ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ആ ഓർഗനൈസേഷൻ സ്ട്രക്ചറിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഡിവിഷണൽ സ്ട്രക്ചറിന്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ആയിരിക്കും അതിന്റെ ആൻസർ ആയിട്ട് വരിക. 13th question, it is often accepted that instead of having a confronting attitude, the management should skillfully take advantage of both formal and informal organization. Substantiate. എന്ന് വെച്ചാൽ ഒരു ഓർഗനൈസേഷനിൽ ഫോർമൽ ഓർഗനൈസേഷന്റെയും ഇൻഫോർമൽ ഓർഗനൈസേഷന്റെ അഡ്വാൻറ്റേജസ് ഒരുപോലെ എടുക്കുന്നതാണ് നല്ലത്. അത് ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം മെറിറ്റ്സ് ഓഫ് അഥവാ അഡ്വാൻറ്റേജസ് ഓഫ് ഫോർമൽ ഓർഗനൈസേഷനും ഇൻഫോർമൽ ഓർഗനൈസേഷനും ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. 14th questionൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ആൻ എലമെന്റ് ഓഫ് ഡെലിഗേഷൻ. ഡെലിഗേഷന്റെ എലമെന്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം. അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി ആർ ദ എലമെന്റ്സ് ഓഫ് ഡെലിഗേഷൻ. അപ്പൊ ഇതില് എലമെന്റ് അല്ലാത്തത് വരുന്നത് പഞ്ച്വാലിറ്റി ആണ്. ഡെലിഗേഷന്റെ എലമെന്റ് അല്ലാതെ വരുന്നത്. 15th question, Manu Associates is a company with several departments like production, marketing, research and development, personnel, etc. Suggest a suitable form of organization structure to them and suggest 2 merits of it. അപ്പം ഇങ്ങനെ ഫംഗ്ഷന്റെ അടിസ്ഥാനത്തിൽ ഡിവൈഡ് ചെയ്യുന്ന ഓർഗനൈസേഷൻ സ്ട്രക്ചറിന്റെ പേര് ഫങ്ഷണൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആണ്. അപ്പം അതിന്റെ ആൻസർ ഫങ്ഷണൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആണ്. അതിന്റെ 2 മെറിറ്റ്സ് കൂടെ പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. 16th question, explain the concept of span of control with an example. സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു എഫിഷ്യന്റ് ആയിട്ട് ഒരു മാനേജറിന് എത്ര സബോർഡിനേറ്റ്സിനെ മാനേജ് ചെയ്യാൻ പറ്റും ഒരേ സമയത്ത് എന്നുള്ള കോൺസെപ്റ്റിനെയാണ് സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുക. അതിനൊരു എക്സാമ്പിൾ ലൈക്ക് ജസ്റ്റ് നമ്മളൊരു ഒരു മാനേജർ ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു മാനേജർ നമ്മൾ നേരത്തെ കണ്ടിരുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഒരു മാനേജർ 25 എംപ്ലോയീസിനെ അറ്റ് എ ടൈം മാനേജ് ചെയ്യാൻ ശ്രമിച്ചു ആൻഡ് അത് എഫിഷ്യന്റ് ആയിട്ട് ലീഡ് ചെയ്തില്ല. എന്ന് വെച്ചാൽ അത് എഫിഷ്യന്റ് ആയില്ല, കാരണം ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല. അതേസമയം അതിൽ 6 എംപ്ലോയീസിനെയൊക്കെയാണ് അഥവാ 10 എംപ്ലോയീസിനെയൊക്കെ ആണെങ്കിൽ ആ മാനേജറിന് നന്നായിട്ട് ലീഡ് ചെയ്യാൻ സാധിക്കുകയും അതുവഴി ആ കമ്പനിയുടെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നു. അത് ഒരു സിറ്റുവേഷൻ ആയിട്ട് ഒരു എക്സാമ്പിൾ ആയിട്ട് സ്പാൻ ഓഫ് കൺട്രോളിന് കൊടുക്കാൻ പറ്റും. 17th question, differentiate between formal organization and informal organization. ഫോർമൽ ഓർഗനൈസേഷന്റെ ഇൻഫോർമൽ ഓർഗനൈസേഷന്റെ ഡിഫറൻസസ് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ 34 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. 14 ക്വസ്റ്റ്യൻ ഈ ഷീറ്റിലും 14 ക്വസ്റ്റ്യൻ മറ്റതിലുമായിട്ട് 34 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ഫോർ എവ്രി വൺ. താങ്ക് യു.